ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്നൊരു നല്ലൊരു മൺഡേ മോർണിംഗ് ആണ് കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മളൊരു വീക്ക് ഡേയ്സിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള നല്ല ഒരു അടിപൊളി വീക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നലെ രാത്രി ഉറങ്ങുന്ന സമയത്ത് മോൻ എന്നോടൊരു ആവശ്യം പറഞ്ഞായിരുന്നു. അവനൊരു വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കി കൊടുക്കണം എന്ന്. അപ്പം നോർമലി ഞാനെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറ്റർഡേയ്സിൽ എൻ്റെ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെക്കാറാണ് പതിവ്. അപ്പം അതിൽ നിന്ന് വിട്ടിട്ടൊരു സാധനം വരുമ്പോൾ എനിക്ക് രാവിലെ എണീക്കുമ്പോൾ ഒരു തപ്പലാണ്. പക്ഷേ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ ചെയ്യുമോ അല്ലേ? കാരണം അമ്മമാരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ കൂടി അവരുടെ മക്കളുടെ ഇഷ്ടങ്ങൾ നോക്കണം. അങ്ങനെ ഒരു കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുമല്ലേ. പണ്ടൊക്കെ നല്ല സുഖമായിരുന്നു, രാവിലെ എനിക്ക് വരാൻ ലഞ്ച് ബോക്സ് എടുക്കുക പോവുക. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് സത്യത്തിൽ ജീവിതത്തിൽ. അപ്പം ഞാൻ എനിക്ക് വന്നപ്പോൾ തന്നെ എയർ ഫ്രയറിൽ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, പാസ്തയിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഈ പാസ്ത ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു പാസ്തയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി കാണിക്കാം. അതിനാവശ്യമായിട്ട് ഗാർലിക് വേണം, നമുക്ക് സബോള വേണം, പിന്നെ വേണ്ടത് ക്യാപ്സിക്കവും അതുപോലെ തന്നെ ചിക്കനുമാണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ബട്ടറിലിട്ടിട്ട് ഈ ഗാർലിക്കും സബോളയും ഉണ്ടല്ലോ, അത് നല്ല പോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. നല്ല പോലെ സോട്ടായി വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞില്ലേ ഒരു ഹെൽത്തിയർ ഓപ്ഷൻ എന്ന്. അത് എന്താണെന്ന് വെച്ചാൽ മൈദയ്ക്ക് പകരം നമ്മൾ റാഗി ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ റാഗി പൊടി ഇല്ലേ, പുല്ലുപൊടി, അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല റോസ്റ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്ത് നല്ല പോലെ സോട്ടായി വരുമ്പോൾ നമ്മുടെ നല്ല ഫ്രഷ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. ഇതിനകത്ത് നമ്മൾ ചീസോ അല്ലെങ്കിൽ വേറെ മൈദയോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ടേസ്റ്റ് വൈസ് വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് അത് മനസ്സിലാവോ പോലും ഇല്ല കേട്ടോ. നല്ല കുറുതായി വരുന്ന സമയത്ത് അതിലേക്ക് ചിക്കനും അതുപോലെ തന്നെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പാസ്ത ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന പിസ്സ അല്ല, പാസ്ത സീസണിങ് എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടും ഹെർബ്സ്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ഏതെങ്കിലും ഒരു ഹെർബ് അതിലിടാം കേട്ടോ. അപ്പോൾ ഈ കുട്ടികൾക്ക് അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടുന്ന സമയത്ത്. അത് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്കും സന്തോഷമായിരിക്കും അല്ലേ. നോർമലി വീറ്റ് പാസ്ത മേടിക്കാൻ കിട്ടും കേട്ടോ. വീറ്റ് പാസ്ത മേടിച്ചാലും അതുപയോഗിച്ചാലും മതി. പിന്നെ അത് നമുക്ക് ഇനിയിപ്പോൾ എൻ്റെ മെയിൻ പരിപാടി ഇത് അവൻ്റെ ലഞ്ച് ബോക്സിലേക്ക് ആക്കി കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇപ്പം ഞാനിതിൽ കുറേ പാസ്ത ഇടുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്താ ഇത്രയും പാസ്ത ഇടുന്നതെന്നും. നമ്മുടെ മോൻ പഠിക്കുന്ന സ്കൂളിൽ അവർക്ക് ലഞ്ചിൻ്റെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ലഞ്ചും വാട്ടറും കൊണ്ടുപോകാം, സ്നാക്സ് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. അവൻ വീട്ടിലേക്ക് 8:10 അവൻ സ്കൂളിൽ പോയാൽ അവൻ വീട്ടിൽ വരുന്നത് 5 മണിക്കാണ്. അപ്പം അത്രയും നേരം അവൻ്റെ വയറ് ഫില്ലായിട്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ലഞ്ച് ഇച്ചിരി കൂടുതൽ കൊടുത്തു വിടുന്നത് കേട്ടോ. അപ്പം അവൻ്റെ ബോക്സ് അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി അടുക്കളയിൽ കുറച്ച് പണികളും കൂടി ബാക്കിയുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ബാക്കി എല്ലാ പണികളും പെൻഡിങ് ആണ്. നോർമലി 7:30 ആകുമ്പോഴത്തേക്കും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചിൻ്റെ പരിപാടികളും തീരാറുണ്ട്. ഇതിപ്പോൾ അവൻ്റെ വാട്ടർ ബോട്ടിലും കൂടി എടുത്ത് വെച്ചിട്ട് ഞാൻ അടുക്കളയ്ക്ക് വരുമ്പോഴത്തേക്കും എനിക്ക് ഇന്നത്തേക്ക് ഉപ്പേരി വയ്ക്കാനുള്ളത് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് അടുപ്പത്തിടാൻ തുടങ്ങി. ഈ ഒരു പ്രതിഭാസം കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കരുത് ഇതെന്നും സംഭവിക്കുന്നതാണ്, എന്നും എനിക്കിതുപോലെ കറിക്ക് അരിഞ്ഞ് തരാറുണ്ട് എന്ന് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. ഇത് വളരെ റയറായിട്ട് നടക്കുന്ന ഒരു പ്രതിഭാസം ആയതുകൊണ്ടാണ് ഞാനിത് വീഡിയോ എടുത്ത് വെച്ചത് കേട്ടോ. നമുക്ക് എപ്പോഴും അതായത് ഞാനൊരു സ്കെഡ്യൂൾ വെച്ച് പോകുന്ന ഒരാളാണ്. അപ്പം എൻ്റെ ഒരു ഇതിൽ ഒരു 8:30 ആകുമ്പോഴത്തേക്കും രാവിലെ അടുക്കളയിലത്തെ പണികൾ പെട്ടെന്ന് ഒതുക്കണം എന്നുണ്ട്. കാരണം എനിക്കിത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാനുണ്ട്. കാര്യം ഞാൻ വർക്ക് ഫ്രം ഹോമോ അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള സമയത്തോ ആണ് ഞാൻ ഓഫീസിൽ പോവാറ്. ബിക്കോസ് ഞാനൊരു എൻ്റർപ്രനറാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഓഫീസിൽ പോകുന്നില്ല. പക്ഷേ ഇന്നെനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അതിൽ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇന്ന് എനിക്ക് കുറേ വർക്കുകൾ പെൻഡിങ് ഉള്ളത് ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ. വർക്ക് ഫ്രം ഹോം എടുക്കുമ്പോഴും നമുക്ക് അത്യാവശ്യം ഒരു 4 hours മിനിമം ഞാൻ ഇതിൽ വേണ്ടിയിട്ട് വർക്ക് ചെയ്യാറുണ്ട് വീട്ടിലിരിക്കുന്ന സമയത്തും. അപ്പോൾ ആ ഒരു ടൈം ടേബിൾ ഞാൻ എപ്പോഴും ഫോളോ ചെയ്യും കേട്ടോ. ഇത് ഈ ഇരിക്കുന്ന പൈപ്പ് ഉണ്ടോ, ഈ പൈപ്പ് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഇത് ഫ്രഷ് വാട്ടർ ടൈപ്പാണ്. നമുക്ക് ചോറിന് വെള്ളം പിടിക്കാനും അതുപോലെ തന്നെ കറികളിലേക്കൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിക്കണമെങ്കിൽ പെട്ടെന്ന് എടുത്ത് ഒഴിക്കാനായിട്ട് നല്ല എളുപ്പമാണ് ഇങ്ങനൊരു പൈപ്പ് ഉള്ളത് കേട്ടോ. അപ്പോഴത്തേക്കും മോൻ ഏകദേശം അവൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൻ്റെ ബാഗൊക്കെ എടുത്ത് വന്നു. അപ്പോൾ ഇനിയത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് അവന് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അവൻ്റെ ലഞ്ച് ബാഗും
ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ബാഗിലാക്കി വയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത മെയിൻ പരിപാടി എന്ന് പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവന് കുറച്ച് നേരം അവൻ്റെ കൂടെ ഇരുന്നിട്ട് അവനെ ഭക്ഷണം ഞാൻ വാരി കൊടുക്കും കേട്ടോ. വളരെ കുറച്ച് ഞാൻ വാരി കൊടുക്കുള്ളൂ, ബാക്കി ഞാൻ അവനെ കൊണ്ട് തന്നെ കഴിപ്പിക്കും. അത് വെറുതെ അവൻ്റെ കൂടെ ഒന്ന് ഇരിക്കുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ്. ഇന്നിപ്പോൾ എനിക്ക് അറിയണമായിരുന്നു ഈ റാഗി പാസ്ത ആണെന്നുള്ളത് അവന് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് അറിയണമായിരുന്നു. അപ്പോൾ ഞാൻ വായിൽ വെച്ച് കൊടുത്ത വൈകി അമ്മ സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഒരു ഹെൽത്തിയർ അപ്ഡേറ്റ്, അത് മീൻസ് ഹെൽത്തിയർ ഓപ്ഷനിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ടേസ്റ്റ് ഇല്ലെങ്കിൽ പിന്നീട് അത് ഫ്ലോപ്പ് ആവുമല്ലോ. അതായത് എനിക്കങ്ങനെ ഇഷ്ടംപോലെ റെസിപ്പീസ് പറ്റാറുണ്ട് കേട്ടോ. ഞാൻ ഹെൽത്തി വെർഷനിലേക്ക് ആക്കാൻ വേണ്ടി നോക്കും, ആ സമയത്ത് അത് വൻ ഫ്ലോപ്പായിട്ട് പോവാറുണ്ട്. പക്ഷേ ഇന്ന് എന്തായാലും സംഭവം സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പാസ്ത നമുക്ക് ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാം, വലിയ ടെൻഷനൊന്നും ഇല്ലാണ്ട്. അതവന് ഇഷ്ടമായിട്ടുണ്ടല്ലോ, അതാണ് ഈ മുഖത്ത് ഇത്ര സന്തോഷം. ഈ നമ്മൾ നോർമൽ ബ്രേക്ക്ഫാസ്റ്റുകൾ കൊടുക്കുമ്പോൾ ഇത്ര സന്തോഷം എൻ്റെ മുഖത്ത് ഉണ്ടാവാറില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമലി എന്നും ശ്രദ്ധിക്കാറുള്ള വേറൊരു കാര്യമാണ്, സ്കൂളിലേക്ക് തിക്കും തിരക്കും പിടിച്ച് പറഞ്ഞു വിടാറില്ല. ഒരു 7:45 ആകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് തീർത്ത് ബാക്കി ഒരു 15 to 20 minutes അവന് കളിക്കാനോ അവന് ഇഷ്ടമുള്ളത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ആയിട്ടുള്ള സമയം നമ്മൾ എപ്പോഴും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പ് വരുത്താറുണ്ട് കേട്ടോ. അങ്ങനെ വരുന്ന സമയത്ത് അവൻ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് സന്തോഷത്തിൽ സ്കൂളിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് അവൻ ഇച്ചിരി വിഷമമുണ്ട് കേട്ടോ ഇന്ന് അവന് പോകാനായിട്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, 4 ദിവസത്തെ മുടക്ക് കഴിഞ്ഞിട്ട് പോകുന്നതാണ്. അതിൻ്റെ ഒരു ലേശം സങ്കടമല്ല, മടി അതുണ്ട്. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് തന്നെ മടിയുണ്ട് രാവിലെ എണീക്കുമ്പോൾ. 4 ദിവസം മുടക്കായിരുന്നു, ഇന്നിപ്പോൾ തിങ്കളാഴ്ച ഇനി എണീക്കണ്ടേ എന്നൊക്കെ ഒരു മടി വരും. പിന്നെ നമ്മൾ പൂർവാധിക ഊർജ്ജസ്വലതയോടുകൂടി എണീക്കും. കാരണം നമുക്ക് വേറെയും കുറേ വർക്കുകൾ ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ എൻ്റെ ഇന്നത്തെ ഉച്ചക്കലത്തേക്കുള്ള പരിപാടികൾ പച്ചപ്പയർ തോരൻ, പിന്നെ വഴുതനങ്ങയുടെ ഒരു മോരൊഴിച്ചിട്ടുള്ളൊരു തൈര് ഒഴിച്ചിട്ടുള്ളൊരു കറി, കുഞ്ഞ് ചെമ്മീൻ ഉണ്ടായിരുന്നു, അത് തോരൻ വെച്ചതും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചോറ് ഓൾറെഡി വെന്തിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് മോൾ എനിക്ക് വന്നു, അപ്പോൾ അവൾക്ക് പാല് കൊടുത്തു. അങ്ങനെ എൻ്റെ കാലത്തെ കലാപരിപാടികൾ ഇവിടെ ഏകദേശം തീരുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളതുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് സജഷൻസ് ഇടാം. അപ്പം വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് വരാം കേട്ടോ.